പണിമുടക്ക് നടത്തുന്നതുകൊണ്ട് നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒരുപാട് പ്രയോജനം കിട്ടി കേട്ടോ. ഒരു പണിമുടക്ക് ദിവസത്തിൽ രാവിലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം 8 മണി വരെ കിടന്നുറങ്ങാൻ പറ്റി. കാരണം എനിക്ക് വയ്യായിരുന്നു, ജലദോഷമായിരുന്നേ. അപ്പം അതിന് ശേഷം പതുക്കെ സമാധാനത്തിൽ എണ്ണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പോയ നേരത്ത് ഒരൊച്ച കേട്ട് ഞാൻ നോക്കുമ്പോൾ ഒരാൾ എന്നെ സഹായിക്കാൻ വേണ്ടി മിറ്റമൊക്കെ അടിക്കുന്നു. മിറ്റം ഒരു 1 കിലോമീറ്റർ നീളത്തിൽ വഴി അങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ്. 2 സൈഡിലും മരമേലാപ്പാണ്. മരങ്ങൾ നിറയുള്ളത് കാരണം എപ്പോഴും കരിയില വീണുകൊണ്ടേയിരിക്കും. ഇതൊന്നും വെട്ടിക്കളയാത്ത എന്താണെന്നറിയാമോ? തിണ്ണയിലിരിക്കാൻ നല്ല സുഖമായതുകൊണ്ടാണ്. അപ്പോൾ തിരിച്ച് കയറി വന്നപ്പം ഒരു മാങ്ങയൊക്കെ പറിച്ചു കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു മാങ്ങ ചമ്മന്തിയൊക്കെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഫാമിലേക്ക് പോയപ്പം അവിടെ ഞാൻ എല്ലാ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെടികൾക്കൊക്കെ കുറേ ഇതുണ്ടായിരുന്നു, നീം ഓയിലൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം തളിച്ച് തന്നു എല്ലാത്തേലും കൂടെ. അങ്ങനെ ഒരു അവധി ദിവസം കിട്ടിയപ്പം പെൻഡിങ് വെച്ചിരുന്ന കുറേ പണികൾ അങ്ങ് ചെയ്യാൻ പറ്റി. ഇവിടെ ഒരു ഔട്ട്സൈഡ് ഒരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു. അതിൻ്റെ തിണ്ണയിലുണ്ടായിരുന്ന ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് തന്നു. അവിടെ ഒരു വാം ലൈറ്റ് ഇട്ട് തന്നു. അപ്പോൾ രാത്രിയിലൊക്കെ നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ. ഒരു സൈഡ് ഇങ്ങനെ ചെടികൾ കയറ്റി ക്യാറ്റ്സ് ക്ലോയൊക്കെ കയറ്റി ഇട്ടേക്കുന്ന കാരണം പർഗോള പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അതിന് നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ് അവിടെ ഇരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ അതൊക്കെ വെച്ച് തന്നു. പിന്നെ വന്നപ്പോൾ ഞങ്ങൾ പറമ്പിലേക്കൊന്ന് പോയി. ഇതേ പന്നി വന്നതിൻ്റെ അടയാളം കണ്ടോ? അപ്പോൾ പറമ്പിലേക്ക് പോയത് വെറുതെ അല്ല, തേങ്ങ പറിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ പറിച്ചു, എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടി. ഇതേ രാത്രിയിൽ ലൈറ്റ് ഇട്ടതിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഗോൾഡൻ കളറുള്ള വാം ലൈറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കസേരയൊക്കെ ഇട്ട് അവിടെ വന്നിരിക്കാനൊക്കെ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ നല്ലൊരു ആംബിയൻസാണ്. അങ്ങനെ ഒരു അവധി ദിവസമുള്ളത് പണി ചെയ്ത് പണ്ടാരടങ്ങി എന്ന് പറയാം.